ഹായ് ഗൈസ്, ഇപ്പോൾ സമയം ഒരു 4 മണിയായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതേ ഉള്ളൂ. ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ എണീറ്റത് ഉച്ചയ്ക്കാൻ എണീറ്റ് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞാൻ വീണ്ടും കിടന്നു. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു 4 മണിയപ്പോൾ എഴുന്നേറ്റ് തലയിലൊക്കെ നന്നായിട്ടൊന്ന് ഫുൾ എണ്ണ തേച്ചൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട്, തലയിൽ മാത്രമല്ല ബോഡിയിലും ഫുൾ എണ്ണ തേച്ചിട്ടൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. ആഴ്ചയിലൊരിക്കലും ഞാൻ അങ്ങനെ ചെയ്യൽ പതിവാണ്. എൻ്റെ തലയിൽ നല്ല താരനുണ്ട് കണ്ടോ. പിന്നെ ഇച്ചിരി കുറഞ്ഞു ഞാൻ മറ്റേ നമ്മുടെ എന്താ ഉലുവയില്ലേ അത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതും ചെമ്പരത്തിൻ്റെ പൂവും കൂടി വെച്ച് അരച്ചിട്ട് ആ ഒരു പേസ്റ്റ് ഞാൻ തേച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കുറഞ്ഞു. അത് കഴിഞ്ഞൊരു ഡാൻഡ്രഫിൻ്റെ ഒരു ഷാമ്പു തന്നെ ഇരിക്കുന്നത്. പിന്നെ അത് വെച്ചിട്ട് തല വാഷ് ചെയ്തപ്പോൾ മറിച്ചാൽ കുറച്ച് മാറി. പക്ഷെ പിന്നീട് വീണ്ടും വരും. നമ്മൾ AC-ലാണ് ഞാൻ ഇരിക്കുന്നത് കൂടുതലും. അപ്പോൾ ഭയങ്കര പൊടിയൊക്കെ കഴിട്ട് നല്ല തന്നെ എൻ്റെ തലയിൽ. ഞാൻ വിചാരിച്ചത് നമുക്ക് ഫുള്ളൊന്ന് എണ്ണയൊക്കെ തെച്ച് കുളിക്കാനും തലയിൽ എണ്ണ തേക്കണം, പിന്നെ ബോഡിയിൽ എണ്ണ തേക്കണം. ഞാൻ ഈ കണ്ടുകുളത്തിയുടെ ഓയിലായിട്ട് ഉപയോഗിക്കണം. ഇത് ഞാനിങ്ങനെ ആദ്യം ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിട്ട് നന്നായിട്ട് എണ്ണ വെച്ച് കുടിക്കും. എന്നിട്ട് നല്ലൊരു ഷാമ്പു ഇട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് വാഷ് ചെയ്ത് ഇതിനുണ്ട് ഇതാക്കിട്ട് തലയിൽ നന്നായിട്ട് ഉള്ളിലൊക്കെ ആയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കുളിച്ച് ചെയ്യുമ്പോൾ നല്ല സുഖമാണ്. നല്ല തണുപ്പ് കിട്ടും. നമ്മൾ ഏത് എണ്ണ തേക്കുകയാണെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ് കേട്ടോ. നമ്മൾ തല മുടി കീഴ്പോട്ടിട്ടിട്ട് മസാജ് ചെയ്യുന്ന കുറച്ചും കൂടി നല്ലതായിരിക്കും. നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടാനായിട്ട് നല്ലതാണ്. ഞാൻ എപ്പോഴും മസാജ് ചെയ്യാറില്ല, ഇതുപോലെ എണ്ണ തേക്കുന്ന സമയത്ത് മാത്രം മസാജ് ചെയ്യാറുള്ളൂ. എന്നും മസാജ് ചെയ്യുന്നത് ഹെയറിന് എപ്പോഴും നല്ലതാണ്. ബോഡിയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കൊട്ടക്കലിൻ്റെ നാൽപ്പാമരാതി എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിലാട്ടോ ഉപയോഗിക്കുന്നത്. നമ്മുടെ കയ്യിലും ഫേസിലൊക്കെ ഉള്ള ടാനൊക്കെ മാറാൻ നല്ലതാണ്. പെട്ടെന്നൊന്നും മാറില്ല, പതിയെ മാറുള്ളൂ. എനിക്കാണെങ്കിൽ നല്ല ടാൻ അടിക്കുന്നത്. ഞാൻ വണ്ടി ഓടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് കയ്യിൽ ഒരു കളർ, ഫേസിൽ ഒരു കളർ അങ്ങനെയാണോ. ഞാനത് കാരണം ഫേസിൽ നല്ല ടാൻ ഉണ്ട്, എന്നാലും നമ്മൾ കൂടുതലും ക്രീമും കാര്യങ്ങളൊക്കെ ഫേസിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നു. പക്ഷേ കൈ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായി. അത് കാരണം കൈക്കൊക്കെ നല്ല ടാൻ ഉണ്ടായി. അപ്പോൾ എനിക്ക് ഇപ്പോൾ സ്ഥിരമായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യത്തൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് പണിയുണ്ടായിരുന്നു. നമ്മൾ വർക്ക് ഏരിയയാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണ്ടായിരുന്നു. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. വേസ്റ്റൊക്കെ കളയാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടു. പിന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഇനി നാളത്തേക്ക് നമ്മൾ എന്തായാലും കുക്ക് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ പോയി കുളിച്ചിട്ട് നമുക്ക് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. കല്യാണ ഫംഗ്ഷനാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് വേഗം റെഡിയായി. അത് കഴിഞ്ഞിട്ട് എനിക്കത് അവർ തന്നെ ജോലിക്കും പോകണം, നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ റെഡി. ഈ വീടിൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇട്ടിരുന്ന ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇട്ടത്. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം ആൾക്കാരുണ്ടായില്ല, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏറ്റവും നല്ല തിരക്കായത്. അങ്ങനെ നമ്മളവിടെ ചെന്നു. നല്ലൊരു റിസോർട്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാരണം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. രാത്രിയിലാണെങ്കിൽ അടിപൊളിയാണ് കാണാനായിട്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വെയിറ്റ് ചെയ്ത് പെണ്ണും ചെക്കനെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വിശന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ സ്നാക്സും ജ്യൂസും ഒക്കെ ആയിട്ട് കുറച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പെണ്ണും ചെക്കനൊക്കെ വരാറായപ്പോഴത്തേന് അവിടെ ഭയങ്കര ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി. അങ്ങനെ പടക്കം പൊട്ടിക്കലും അങ്ങനെ ബഹളങ്ങളൊക്കെ ആയി. അങ്ങനെ പെണ്ണും ചെക്കനൊക്കെ വന്നു. അവർ വന്ന് അകത്തൊക്കെ കയറി കേക്കൊക്കെ കട്ട് ചെയ്തിട്ട്, ഇതാണ് കേട്ടോ പെണ്ണും ചെക്കനും. അങ്ങനെ അവർ വന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തപ്പോഴത്തേന് ഞാൻ വേഗം തന്നെ ഓടി ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട്.